Hello everyone, welcome to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGL 5th March 2020 Shift 1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the sentence, identify the segment which contains the grammatical error. അതായത് ഗ്രാമാറ്റിക്കൽ എററിലുള്ള ഏത് പാർട്ടാണെന്നുള്ളത് ഏത് പോർഷനാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ സെൻറ്റൻസ് ഇതാണ്: മോഡേൺ മാൻ ഈസ് കംപ്ലീറ്റ്ലി എൻഗ്രോസ്ഡ് ഇൻ ദി മാഡ് പെർസ്യൂട്ട് ഓഫ് മെറ്റീരിയൽ പ്ലഷേഴ്സ് ആൻഡ് ലക്ഷറീസ്. നമുക്കറിയാം തന്നിരിക്കുന്ന സെൻറ്റൻസ് പാസീവ് വോയിസിലാണ് അല്ലേ. അപ്പോൾ ഇസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് വരുന്നെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒപ്പം V3 ഫോമാണ് അല്ലേ. അപ്പോൾ കംപ്ലീറ്റ്ലി എൻഗ്രോസ്ഡ് എന്നാണ് വരേണ്ടത്. അപ്പോൾ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് ഓപ്ഷൻ ഡിയിലാണ്. സെൻറ്റൻസ് കറക്റ്റ് ഫോം ഇതാണ്: മോഡേൺ മാൻ ഈസ് കംപ്ലീറ്റ്ലി എൻഗ്രോസ്ഡ് ഇൻ ദി മാഡ് പെർസ്യൂട്ട് ഓഫ് മെറ്റീരിയൽ പ്ലഷേഴ്സ് ആൻഡ് ലക്ഷറീസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, സെലക്ട് ദി കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി given sentence. പാസീവ് ഫോം ആണ്. they offered me a chair. ഓക്കെ, നമുക്കറിയാം ആക്റ്റീവിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, വേർബ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ ഒബ്ജക്റ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ശേഷം ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവിലെ ഒബ്ജക്റ്റ് ആക്കുക, വേർബ് ഫോം ഓക്സിലറി വേർബ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആഡ് ചെയ്യുക, പ്ലസ് V3 ഫോം ചേർക്കുക. ദെൻ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദേ ഓഫേർഡ് മീ എ ചെയർ എന്നാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ്. നമുക്കറിയാം ഇതിലെ ആക്റ്റീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. ഇതിലെ സബ്ജക്റ്റ് ദേ ആണ്, ഓഫേർഡ് ആണ് വേർബ്, മീ ആണ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം മീ വെച്ചിട്ട് വേണം നമ്മുടെ പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ് അല്ലേ. മീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ്. ഇതിലെ സബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് ഐ ആണ്. ഓക്കെ, അപ്പോൾ ഐ വെച്ചിട്ട് വേണം നമ്മുടെ പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഓപ്ഷൻ ബിയും സിയും എന്തായാലും റോങ് ആണ്. കാരണം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കണേ ചെയർ വെച്ചിട്ടാണ്. ദെൻ നമുക്ക് എയും ഡിയുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ വന്നു, സബ്ജക്റ്റ് വന്നു, ദെൻ വേർബാണ് വരേണ്ടത്. അപ്പോൾ ഓഫേർഡ് എന്ന് പറയുന്നത് ഏത് ടെൻസിലാണെന്ന് ആലോചിക്കുക. ഓഫേർഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഓക്സിലറി വേർബ് ആയ വാസ്. ഓക്കെ, ഐ വാസ് ഓഫേർഡ്. ഓക്കെ, ഐ വാസ് ഓഫേർഡ്. ഇനി എന്താണ് ഐ വാസ് ഓഫേർഡ് എ ചെയർ ബൈ ദം എന്നാണ് വരേണ്ടത്. ഓക്കെ, ദേ എന്നുള്ള സബ്ജക്റ്റ് പ്രോനൗൺ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്രോനൗൺ ആയ ദം ആയിട്ട് മാറുന്നു. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഐ വാസ് ഓഫേർഡ് എ ചെയർ ബൈ ദം. Question number 3, select the most appropriate meaning of the given idiom. A bed of roses. A bed of roses means an easy and happy situation എന്നുള്ളതാണ്. ഓക്കെ, easy and happy situation. So option B is correct. Question number 4, select the correct indirect form of the given sentence. What a good idea, Zima remarked. നമുക്കറിയാം വാട്ട് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയിട്ട് തോന്നുമെങ്കിലും ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലും റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് എക്സ്ക്ലെയിംഡ് ആയിരിക്കണം. ഓക്കെ, ഏതൊരു എക്സ്ക്ലെയിം വിത്ത് സോറോ, എക്സ്ക്ലെയിം വിത്ത് ജോയ്, ഓക്കെ, എക്സ്ക്ലെയിം വിത്ത് ഡിസ്പൈസ്. ഇവിടെ എക്സ്ക്ലെയിംഡ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും നോക്കണ്ട. ഇനി എയും ബിയും നോക്കാം. സീമ എക്സ്ക്ലെയിംഡ് ദാറ്റ് ദ ഐഡിയ ഈസ് ഗുഡ്. അങ്ങനെയാണ് നമ്മുടെ ഡയറക്റ്റിൽ സെൻറ്റൻസ് മീൻ ചെയ്തേക്കണേ. അല്ല, സീമ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഐഡിയ. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ്. Question number 5, select the most appropriate word to fill in the blank. I like both tea and coffee but prefer the. ഓക്കെ, ഇവിടെ ഒരു ചോയ്സ് ആണ് വന്നേക്കണേ. ടീ ആണോ കോഫി ആണോ? ഓക്കെ, അപ്പോൾ ടീ ഫസ്റ്റും ഓപ്ഷനും കോഫി രണ്ടാമത്തെ ചോയ്സും ആണ് അല്ലേ. ടീ ഫസ്റ്റ് ചോയ്സും കോഫി രണ്ടാമത്തെ ചോയ്സും ആണ്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഈ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ എല്ലാം ഏകദേശം സിമിലർ മീനിങ് ആയിട്ട് വരുന്ന വേർഡ്സ് ആണ് അല്ലേ. ലാസ്റ്റ്, ലേറ്റർ, ലാറ്റർ, ലീസ്റ്റ്. അപ്പോൾ ഇവിടെ ലാറ്റർ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരേണ്ടത്. കാരണം ഒരു സെക്കൻഡ് എന്നൊരു മീനിങ് ആണ് ലാറ്ററിനുള്ളത്. അപ്പോൾ ഐ ലൈക്ക് ബോത്ത് ടീ ആൻഡ് കോഫി ബട്ട് പ്രിഫർ ദി ലാറ്റർ. ദാറ്റ് മീൻസ് ഹി പ്രിഫർ ദി കോഫി. ഓപ്ഷൻ 6, ക്വസ്റ്റ്യൻ നമ്പർ 6, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം. തന്നിരിക്കുന്ന ഇഡിയത്തിൻ്റെ അപ്രോപ്രിയേറ്റ് മീനിങ്. എ ക്ലോസ് ഫിസ്റ്റഡ് പേഴ്സൺ മീൻസ് എ മിസർലി പേഴ്സൺ ആണ്. ഓക്കെ, എ ക്ലോസ് ഫിസ്റ്റഡ് പേഴ്സൺ മീൻസ് മിസർലി പേഴ്സൺ. ക്വസ്റ്റ്യൻ നമ്പർ 7, നമുക്കൊരു കോംപ്രഹെൻഷനാണ്. അതിൽ ചില പോർഷൻസ് ഫില്ലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ബ്ലാങ്ക് ഫില്ലായിട്ട് നോക്കാം.
അപ്പോൾ കോംപ്രഹെൻഷൻ തുടങ്ങണം ഇങ്ങനെയാണ്. എ ഡാഷ് ഓഫ് ട്രക്സ് ക്യാരിങ് സോൾജേഴ്സ് വാസ് കമ്മിങ് ഡൗൺ ദ മൗണ്ടെയിൻ റോഡ്. അപ്പോൾ എ ഡാഷ് ഓഫ് ട്രക്സ് ക്യാരിങ് സോൾജേഴ്സ് വാസ് കമ്മിങ് ഡൗൺ ദി മൗണ്ടെയിൻ റോഡ്. അപ്പോൾ ട്രക്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് പറയണത് അല്ലേ. അപ്പോൾ ഇവിടെ താഴെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ബെവി, ക്രൂ, കൺവേ, ഫ്ലോക്ക്. ഓക്കെ, ബെവി എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഓർ പീപ്പിൾ ഹാവിങ് എ പെർട്ടിക്കുലർ കൈൻഡ്, ഓക്കെ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫീച്ചർ എന്നാണ് നമ്മൾ ബെവി എന്ന് പറയുന്നത്. ക്രൂ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് വർക്കിംഗ് ഇൻ ഓർ ഓപ്പറേറ്റിംഗ് ഇൻ എ ഷിപ്പിനാണ് നമ്മൾ ക്രൂ എന്ന് പറയുന്നത്. ദെൻ കൺവേ ആണ് എ ഗ്രൂപ്പ് ഓഫ് വെഹിക്കിൾ എന്താണ് ട്രാവലിംഗ് ഓർ മൂവിങ് ടുഗദർ. ഓക്കെ, അപ്പോൾ കൺവേക്കാണ് എ ഗ്രൂപ്പ് ഓഫ് വെഹിക്കിൾ മൂവിങ് ടുഗദർ എന്ന് പറയുന്നത്. ദെൻ ഫ്ലോക്ക് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഹാവിങ് സിമിലർ ഫീഡിങ് ഓർ റെസ്റ്റിംഗ് ഫീച്ചേഴ്സ്. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കളക്റ്റീവ് നൗൺ ആണ് ഇവിടെ എല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ട്രക്സിന് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് കൺവേ ആണ്. ഓക്കെ, എ കൺവേ ഓഫ് ട്രക്സ് ക്യാരിങ് സോൾജേഴ്സ് വാസ് കമ്മിങ് ഡൗൺ ദി മൗണ്ടെയിൻ റോഡ്. The trucks dashed slowly as there had been heavy snowfall in that area. The trucks dashed slowly. അപ്പോൾ ഓപ്ഷൻസ് വയ്ക്കുമ്പോൾ മൂവിങ് എന്ന് പറയുന്ന ആ ഒരു വേർബിനെ ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓക്സിലറി വേർബ്സ്, അതായത് ഏത് ടെൻസിലാണെന്ന് നോക്കേണ്ടത്. നമുക്കറിയാം തന്നിരിക്കുന്ന സെൻറ്റൻസ് പാസ്റ്റിലാണ് അല്ലേ, ഹാഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് വാസും വെയറുമാണ് നോക്കേണ്ടത്. ഇവിടെ ട്രക്സ് എന്നാണ് പറഞ്ഞേക്കണേ. ട്രക്സ് എന്ന് പറഞ്ഞാലും അത് പ്ലൂറൽ ആയ കാരണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെയർ ആയിരിക്കണം. ദ ട്രക്സ് വെയർ മൂവിങ് സ്ലോലി ആസ് ദർ ഹാഡ് ബീൻ ഹെവി സ്നോഫോൾ ഇൻ ദാറ്റ് ഏരിയ. Suddenly, with a dash, a huge tree on the hillside fell, bringing along with it boulders and much. Suddenly, with a dash, a huge tree on the hillside fell, bringing. Okay, ഒരു ഹ്യൂജ് ട്രീ ഫെൽ ചെയ്തു എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആ ഹ്യൂജ് ട്രീ എന്താണെന്ന്. ഓക്കെ, ക്രാഷ്, ബസ്, സ്ക്രീം, സ്പ്ലാഷ്. നമുക്കറിയാം ക്രാഷ് എന്ന് പറഞ്ഞാൽ കൊളൈഡ് വയലൻ്റ്ലി എന്നുള്ളൊരു മീനിങ് ആണ്. ദെൻ ബസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹമ്മിങ് സൗണ്ടിനാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്. ദെൻ സ്ക്രീം എന്ന് വെച്ചാൽ ലൗഡ് ക്രൈ ആണ്. ദെൻ സ്പ്ലാഷ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് എന്തെങ്കിലും ഇടുമ്പോൾ ഒരു സ്പ്ലാഷ്, ആ ഒരു സൗണ്ടിനാണ് നമ്മൾ സ്പ്ലാഷ് എന്ന് പറയുന്നത്. സോ സഡൻലി വിത്ത് എ ക്രാഷ് ആണ് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരേണ്ടത്. സഡൻലി വിത്ത് എ ക്രാഷ് എ ഹ്യൂജ് ട്രീ ഓൺ ദ ഹിൽ സൈഡ് ഫെൽ, ബ്രിങ്ങിങ് അലോങ് വിത്ത് ഇറ്റ് ബൗൾഡേഴ്സ് ആൻഡ് മച്ച്. ഡാഷ് ദ ഡ്രൈവർ ഓഫ് ദി ഫസ്റ്റ് ട്രക്ക് സ്റ്റോപ്ഡ് ഇൻ ദ ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ലോജിക്കലി, മാജിക്കലി, ഫോർച്ചുനേറ്റ്ലി, സിമിലർലി. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഏതായിരിക്കും വരേണ്ടത്? ഫോർച്ചുനേറ്റ്ലി അല്ലേ, ഭാഗ്യകരം എന്ന് പറയട്ടെ. ദ ഡ്രൈവർ ഓഫ് ദി ഫസ്റ്റ് ട്രക്ക് സ്റ്റോപ്ഡ് ഇൻ ദി ട്രെയിൻ. ദ സോൾജേഴ്സ് ഗോട്ട് ഡൗൺ ആൻഡ് സ്റ്റാർട്ടഡ് ഡാഷ് ദി റോഡ്. എന്താണ് റോഡ്, എന്താ സോൾജേഴ്സ് ചെയ്യാൻ നോക്കി? ദേ ആർ ക്ലിയറിങ് അല്ലേ. ദ സോൾജേഴ്സ് ഗോട്ട് ഡൗൺ ആൻഡ് സ്റ്റാർട്ടഡ് ക്ലിയറിങ് ദി റോഡ്. Question number 12. Select one word for the following group of words. One who loves his country. One who loves his country is known as patriot. Traitor is the opposite. Traitor means betrayer. Okay, അല്ലെങ്കിൽ patriot opposite ആയിട്ട് നമുക്ക് പറയാം traitor. Then conspirator എന്ന് വെച്ചാൽ എന്താ? One who interfere in a conspiracy. Then collaborator എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എന്തെങ്കിലും ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ അതിൽ കൊളാബറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ കൊളാബറേറ്റർ എന്ന് പറയണേ. Then question number 13. Select synonym of the given word. Retain ആണ് നമുക്ക് തന്നിരിക്കുന്ന വേർഡ്. സോ അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ. ഓക്കെ, question number 14. Given below 4 jumbled sentences. Out of the given options, pick the one that gives their correct order. നമുക്കറിയാം ഒരു പാരാ ജംബിൾഡ് ആയിട്ട് എന്തെങ്കിലും 4 സെൻറ്റൻസസ് തന്നിരിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന 4 സെൻറ്റൻസസും വായിക്കുക. ശേഷം അതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടക്കണം. ഓക്കെ, അതായത് ആ 4 സെൻറ്റൻസിനെ പറ്റി ഒറ്റ ഇതായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടാവും. കൺക്ലൂഡ് ചെയ്യണേ എന്താണ് അതിൻ്റെ തീം എന്ന് പറയുന്ന ഒരു ഒറ്റ സെൻറ്റൻസ് ഉണ്ടാവും. അതായിരിക്കും ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഓഫ് ദി സെൻറ്റൻസ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഓഫ് ദി പാരഗ്രാഫ് എന്ന് പറയുന്നത് ആ സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ആ സെൻറ്റൻസ് ഏതെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം കണക്ട് ചെയ്ത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അതിന് ഓരോ സെൻറ്റൻസിനും ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന സെൻറ്റൻസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആദ്യം 4 സെൻറ്റൻസസും വായിക്കാം. ഈസോപ്പ് വാസ് വൺ ഓഫ് ദം ഹു lived in Greece about 2500 years ago. He told many interesting stories to the people. There were many talented people in ancient Greece. Although he was ugly, he had a very clever brain. ഓക്കെ, നമുക്കറിയാം അപ്പോൾ സെൻറ്റൻസിൽ ഈസോപ്പിനെ പറ്റിയാണ് പറയണത്. ഓക്കെ, ഈസോപ്പ് വാസ്
വൺ ഓഫ് ദം. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞ എന്താ, ദർ വെയർ മെനി ടാലൻറ്റഡ് പീപ്പിൾ ഇൻ ഏൻഷ്യൻ ഗ്രീസ് എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് വരേണ്ടത്. ദർ വെയർ മെനി ടാലൻറ്റഡ് പീപ്പിൾ ഇൻ ഏൻഷ്യൻ ഗ്രീസ്. അതിൽ ഒരാളാണ് ഈസോപ്പ്. ഈസോപ്പ് വാസ് വൺ ഓഫ് ദം ഹു ലിവ്ഡ് ഇൻ ഗ്രീസ് അബൌട്ട് 2500 years ago. സോ ഇതാണ് സെക്കൻഡ് സെൻറ്റൻസ്. ഓക്കെ, he told although he was ugly, he had a very clever brain. He told many stories to the people. ഓക്കെ, അപ്പോൾ ഡി കഴിഞ്ഞിട്ടാണ് ബി വരേണ്ടത്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് ഗ്രീസിൽ കുറേ ടാലൻറ്റഡ് പീപ്പിൾ ഉണ്ടായിരുന്നു. അതിലൊരാളാണ് ഈസോപ്പ്, ഹു ലീവ്ഡ് ഇൻ ഗ്രീസ് അബൌട്ട് 2500 years ago. ഓൾദോ ഹി വാസ് അഗ്ലി ആണെങ്കിലും ഹി ഹാഡ് എ വെരി ക്ലവർ ബ്രെയിൻ. അതുകൊണ്ട് എന്തായിരുന്നു പ്രയോജനം? So he told many interesting stories to the people. So option D ആണ് right. Question number 15. Select the most appropriate segment to substitute the underlying segment of the given sentence. If no substitution is required, select no substitution. അപ്പോൾ സെൻറ്റൻസ് ഇതാണ്. Hardly had he sit on the chair than it broke. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് അല്ലേ? സിറ്റ് ഓൺ ദി ചെയർ ദാൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഹാർഡ്ലി, റെയർലി, സെൽഡം ഇങ്ങനെയുള്ള വേർഡ്സ് വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെൻ ആണ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദാൻ വി ഹാവ് ടു യൂസ് വെൻ. ഓക്കെ, ദെൻ നമുക്കറിയാം ഇത് പാസ്റ്റിലാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ്. ഹാർഡ്ലി ഹാർഡ് ഹി സാറ്റ് ഓൺ ദ ചെയർ വെൻ ഇറ്റ് ബ്രോക്സ്. ഓക്കെ, ദാൻ വരുന്നത് ഇതിലാണ്, നോ സൂണറിൻ്റെ ഒപ്പമാണ്. ഇവിടെ ഹാർഡ്ലി, റെയർലി, സെൽഡം എന്ന് പറയുന്ന വേർഡ്സ് വരുമ്പോൾ നമ്മൾ അതിനൊപ്പം യൂസ് ചെയ്യേണ്ടത് വെൻ എന്ന് പറയുന്ന വേർഡായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 16. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ഹി ട്രൈ ടു ഡാഷ് മൈ റിംഗ്. റിങ് എന്തോ ചെയ്യാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ടു എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷനാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ടുവിന് ശേഷം വേർബിൻ്റെ V1 ഫോം ഫസ്റ്റ് ഫോമേ വരത്തുള്ളൂ. സോ ഇവിടെ ഓപ്ഷൻ എ ആണ്, സ്റ്റീൽ. ഓക്കെ, STAL സ്റ്റീലാണ് മോഷ്ടിക്കുക എന്നുള്ള മീൻ ഉള്ളത്. സോ ഹി ട്രൈ ടു സ്റ്റീൽ മൈ റിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 17. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻ വേർഡ് ഓഫ് ദി ഗിവൻ സെൻറ്റൻസ്. ഇഫ് നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് റിക്വയർഡ്, സെലക്ട് നോ ഇംപ്രൂവ്മെൻറ്റ്. ദ ഡൈവർ ഡൈവ് ഇൻ ദി പൂൾ ഫ്രം എ ഗ്രേറ്റ് ഹൈറ്റ്. ഡൈവ് എന്ന് പറയുന്ന വേർഡ് വരുമ്പോൾ അതിനൊപ്പം യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇൻ ടു ആയിരിക്കണം. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ്. സോറി, ഓപ്ഷൻ എ ആണ് റൈറ്റ്. ദ ഡൈവർ ഡൈവ്ഡ് ഇൻ ടു ദി പൂൾ ഫ്രം എ ഗ്രേറ്റ് ഹൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 18. സെലക്ട് ദി ആൻറ്റോണിയം ഓഫ് ദി ഗിവൺ വേർഡ്. ഡെക്സ്റ്ററേറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ അതിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് ഇഗ്നോറൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. സെലക്ട് ദി റോങ്ലി സ്പെൽഡ് വേർഡ്. 4 ഡിഫറെൻറ്റ് വേർഡ്സ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വേർഡ് ചൗഫർ ആണ്. ഇറ്റ് സ്പെല്ലിംഗ് ഈസ് CHAUFFEUR. ഓക്കെ, അപ്പോൾ ഇതാണ് റോങ്ലി സ്പെൽഡ് വേർഡ്. Then champion right spelling, charisma and choir are also right spellings. Question number 20. Select the word which means the same as the group of words given. Incapable of paying debts. Okay, incapable of paying debts എന്ന് പറയുന്നത് insolvent. Question number 21. Select antonym of the given word. Divide means and antonym ആണ് unit. Okay, അല്ലെങ്കിൽ unite എന്ന് പറയുന്നത്. Divideന്റെ antonym ആണ് unite. നമ്മൾ യൂണിറ്റി എന്നൊക്കെ പറയത്തില്ലേ? Question number 22. In the sentence, identify the segment which contains the grammatical error. My brother who lives in Delhi has written me a letter. Okay, നമുക്കറിയാം ബ്രദർ എന്ന് പറയുന്നത് സിംഗുലർ ആയാണ്, വേർബും സിംഗുലർ ആയിരിക്കണം. സോ എസ് ഫോം ആഡ് ചെയ്യണം. സോ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡിയിലാണ്. സെൻറ്റൻസിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് My brother who lives in Delhi has written me a letter. Question number 23. Select the synonym of the given word. Expensive. Synonym എന്ന് പറയുന്നത് dear. Question number 24. Select the wrongly spelled word. Okay, നമുക്ക് 4 ഡിഫറെൻറ്റ് സ്പെല്ലിങ്സ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വേർഡ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ക്രെമേറ്റർ, റൈറ്റ് സ്പെല്ലിംഗ്. ക്രാക്കർ, റൈറ്റ് സ്പെല്ലിംഗ്. ക്രിയേറ്റർ ആണ് റോങ്ലി സ്പെൽഡ് വേർഡ്. അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് CREATOR. ഓക്കെ, ഇതാണ് wrongly spelled word. Question number 25. Given below are 4 jumbled sentences. Out of the given options, pick the one that gives their correct order. അപ്പോൾ നമുക്ക് 4 സെൻറ്റൻസ് വായിക്കാം. He is a gifted volleyball player
but nowadays he does not play international matches. It is because he had an accident last year. Sanjay is my best friend. അപ്പം നമുക്കറിയാം ഇവിടെ സഞ്ജയിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സഞ്ജയ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. ദെൻ സെക്കൻഡ് സെൻറ്റൻസ് എന്താണ്, അതിനെ കണക്ട് ചെയ്ത് ഹീസ് എ ഗിഫ്റ്റഡ് വോളിബോൾ പ്ലെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് സെൻറ്റൻസ്. ദെൻ ബട്ട് നൗഎഡേയ്സ് ഹി ഡസ് നോട്ട് പ്ലേ ഇൻ്റർനാഷണൽ മാച്ചസ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അടുത്ത സെൻറ്റൻസിലാണ് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ബിക്കോസ് ഹി ഹാഡ് ആൻ ആക്സിഡൻറ്റ് ലാസ്റ്റ് ഇയർ. സോ ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് DABC ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് CGയിൽ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സും ക്ലാരിഫിക്കേഷൻസും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു.